ക്രോക്ക് അടിച്ചു എന്താ പറയുക, വേൾഡ് ക്ലാസ്. അത് ഓരോ രംഗവും അത്യാവശ്യം നല്ല പടമാണ്, കണ്ടോണ്ടിരിക്കാൻ. പാരഞ്ചത്തിന്റെ നല്ല പടമാണ് ചേട്ടാ. അപ്പോൾ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. നൈസ്, കൊള്ളാം, കുഴപ്പമില്ല, ഓക്കെ, കുഴപ്പമില്ല, കൊള്ളേ പടം കൊള്ളായിരുന്നു, നൈസ്, നല്ല പടം ചേട്ടാ, നല്ല പടം. അത്യാവശ്യം നല്ല പടമാണ്, കണ്ടോണ്ടിരിക്കാൻ. പാരഞ്ചത്തിന്റെ നല്ല പടമാണ് ചേട്ടാ. അടിപൊളി പടം, ഒരു രക്ഷയില്ല. നല്ല പടമായിരുന്നു, നല്ല പടമാണ്, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടമായിരുന്നു. ഓരോ രംഗവും രോമാഞ്ചമായിരുന്നു, ഒരു രക്ഷയില്ല. വിക്രമിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. എന്താ പറയുക, വേൾഡ് ക്ലാസ്. അത് ഓരോ രംഗവും ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല പടം, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കാണ് ഇനി 2 സിനിമ കൂടെ വരാനുണ്ട്. ഇത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ ഇതിലെല്ലാവരും നന്നായിട്ട് നല്ലൊരു അടിപൊളി, ഒരു രക്ഷയില്ല. വിക്രം കൊള്ളാം, പാർവതി തിരുവോത്തും കൊള്ളാം, എല്ലാവരും കൊള്ളാം, എല്ലാം നന്നായിട്ട്. അപ്പോൾ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. ഞാൻ ഈ സിനിമ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. അടിപൊളിയാണ്, സൂപ്പർ. മേക്കിംഗ് സൂപ്പർ. ക്യാരക്ടർ മെയിൻറ്റെയിനിങ് സൂപ്പർ. ലാസ്റ്റ് വരെയും ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. കുഴപ്പമില്ല സിനിമ. ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു, സ്കോർ കൊള്ളായിരുന്നു. പിന്നെ 1 ടൈം വാച്ച് അത്രേ തോന്നിയുള്ളൂ. കുഴപ്പമില്ല, ക്ലൈമാക്സ് ഉള്ളായിരുന്നു. എന്നാ പറയാനാ ബ്രോ, ഇജാതി സാധനം എന്ന് വെച്ചാൽ ഇജാതി സാധനം. ക്രോക്ക് അടിച്ചു സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ചോദിച്ചു നോക്ക്, അത് ഫ്രെയിം ഉണ്ടല്ലോ, ഓരോ ഫ്രെയിം കാണണം. എൻ്റെ പൊന്നാണോ, ഒരു കിട്ടില്ല. സ്റ്റോറി പറയുന്നുണ്ട്. നമ്മളെ വെട്ടർമാൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ, അപ്പർ കാസ്റ്റ് പിന്നെ ഹയർ കാസ്റ്റ് തമ്മിലുള്ള ആ ഒരു ഇത്, ഈ ക്യാരക്ടറിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഫ്രണ്ടിലോട്ട് പോകണം, അതാ കൂടെ നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത് റേസ് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതൊരു സാധനമുണ്ട്, നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. ഈ വിക്രത്തിന് സബ് കോൺഷ്യസ്ലി ഒരുപാട് കാര്യങ്ങൾ, ട്രമൻഡസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാറ്റങ്ങൾ തമ്മിലുള്ള ആ ഒരു അയ്യൊരു കളിയാണ്. മേക്കിംഗ് പക്ക, ഒന്നും പറയില്ല. വിക്രം ഹൈ ലെവൽ, 10% ഓഫ് ആക്ടിങ്, ഒരു രക്ഷയില്ല. പിന്നെ ഇത് നടിയുടെ കേസാണെങ്കിൽ പോലും കൊള്ളാം, ഒരു ഓക്കെയാണ്, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിൽ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്, ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. ആ മാറ്റം എന്തിനാണ് കണക്ടിവിറ്റി നമുക്ക് പറയുന്നുണ്ട്. ഈ വിക്രത്തിൻ്റെയും മാളവിയുടെ ആ ഒരു ബോണ്ട് പക്കയായിട്ട് കാണിക്കുന്നുണ്ട്. വിഷയം പടം എന്ന് വെച്ചാൽ വിഷയം പടം. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട പടം. കിടിലം പടം, ഒന്നും എടുത്തൊക്കെ പറയാനല്ലോ, കിടിലം പടം. ക്ലാസ് എല്ലാം ഉണ്ട്, എല്ലാം പടം, എല്ലാം സെറ്റാണ്. അതൊന്നും കാര്യമില്ല കേട്ടോ. ട്രെയിലറിൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിലർ കണ്ടിട്ട് പോയി ഒരു ഇതും തോന്നിയില്ല. പക്ക ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നി. അങ്ങനെയാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ സിനിമയ്ക്ക് പോയി കണ്ടപ്പോൾ ഒരു ആവറേജ് അത്രേ ഉള്ളൂ. ഒരു 80% ഓഫ് ആക്ടിങ്, പിന്നെ ഒരു തങ്കച്ചി പാസം, അങ്ങനെ രീതി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ട്രെയിലർ ആണെങ്കിൽ പോലും ഇത് ആ ഒരു ക്ലാസിക് ലെവൽ ഓഫ് ഇത് ആണ് സംഭവം. മേക്കിംഗ് ഒക്കെ അങ്ങനെയാണ്, ക്ലാസിക് സാധനമാണ്. സ്റ്റോറി വെച്ചാണെങ്കിൽ പോലും ഭയങ്കര സ്റ്റോറിയാണ്. സ്റ്റോറി ഇൻ ദ സെൻസ് പക്ക ബ്രോഡിങ് ആണ്. ഷെയ്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല, പോയി കാണണം ചേട്ടാ. ഇപ്പം നമുക്ക് പോലെ നമ്മുടെ വിക്രത്തിൻ്റെ അതുപോലെ ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ പുള്ളിക്കാരൻ്റെ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. പാസ്റ്റിൽ പുള്ളി എന്താണെന്ന് കാണിക്കുന്നുണ്ട്. 5th സെഞ്ച്വറിയിൽ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. 1800 ഘട്ടം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഷെയ്ഡ് തോന്നുമ്പോൾ അറ്റ്മോസ്റ്റ് സെൽഫ് കാണിച്ച് അത്രേ ഉള്ളൂ. അതാണ് പടം. കാണണം, നിങ്ങൾ പോയി കാണണം, സെറ്റ് പടം, അത്രേ പറയുള്ളൂ. കൊള്ളാം. പടം മെയിനായിട്ട് പെർഫോമൻസാണ്, എനിക്ക് തോന്നി അങ്ങനെയാണ്. പിന്നെ കൂടുതൽ 18th സെഞ്ച്വറിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് പടത്തിനകത്ത്. വിക്രം എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ അറ്റ് ദ പീക്കാണ് തോന്നിയത്. കാരണം അന്യം കണ്ടു, ഐ കണ്ടു, പക്ഷേ അതിനേക്കാൾ ഉപരി വേറൊരു മികച്ച പെർഫോമൻസാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയിരിക്കുന്നത്. പടം ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. പിന്നെ മെയിനായിട്ട് പടത്തിൽ മികച്ച് നിൽക്കുന്നത് വിക്രമും പിന്നെ കോ ആക്ടേഴ്സ് ആയാലും കട്ടയ്ക്കെന്ന് വെച്ചാൽ കട്ടയ്ക്കാണ് കൂടെ നിൽക്കുന്നത്. അത്രയും മികച്ച ഒരു സിനിമയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നേ പറയൂ.